പരിപാടിയിലേക്ക് ഇനി കടന്നു വരുന്നത് ഒരു നിയമപാലകനാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറിയാം. ഞാൻ സദാനന്ദൻ, കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായിൽ താമസം, ഭാര്യയും 2 മക്കളുമാണ് ഉള്ളത്. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. അശ്വമേധം പരിപാടിയിലേക്ക് SMS മുഖാന്തരം എന്നെ തിരഞ്ഞെടുത്ത മുതൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥരും അതുകൂടാതെ എൻ്റെ ഭാര്യ, മക്കളാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അവർ ഇൻ്റർനെറ്റിലും മറ്റും നോക്കി ഓരോ ആളെക്കുറിച്ചും എങ്ങനെ പോകണം, എങ്ങനെ മത്സരിക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ മുമ്പിൽ മത്സരിക്കാമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ മത്സരം തന്നെ ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിൽ ജോലിക്കിടയിൽ തന്നെ ഏകദേശം 5-ൽ കൂടുതൽ അപകടങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അശ്വമേധത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് കഴിയുന്ന നിരാലംബരായവർക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അശ്വമേധം പരിപാടിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നിങ്ങളെയൊക്കെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം. ഇനി ഏതായാലും നമുക്ക് അശ്വമേധം പരിപാടിയുടെ ഫ്ലോറിൽ വെച്ച് കാണാം. So that was the profile of Mr. സദാനന്ദൻ. നമസ്കാരം സർ. എല്ലാ വിജയാശംസകളും നേരുന്നു. ആ ബൗളിൽ നിന്നൊരു വിഷയം എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിനെ വിചാരിച്ച് ശ്രീമതി രേഖാ മേനോനോട് അപ്രൂവൽ സമർപ്പിച്ചു. ഹലോ മിസ്റ്റർ സദാനന്ദൻ. സദാ ആനന്ദം നൽകുന്നവനാരോ അതാണ് സദാനന്ദൻ. സദാനന്ദന്റെ സമയം എന്നൊരു സിനിമയുണ്ട്. ഇന്നാണോ സദാനന്ദന്റെ സമയം? ആയിരിക്കും. സദാനന്ദന്റെ സമയം നല്ലതാണോ നോക്കാം. അപ്രൂവ് ചെയ്തോ? പരമാനന്ദം സഹായിക്കാൻ തയ്യാറാണ്? ഇരിക്കൂ. എന്തൊക്കെയുണ്ട്? ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. അതെ സർ. ഇരിക്കൂറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലയാളത്തിൻ്റെ മഹാനായ നോവലിസ്റ്റ് കാക്കനാടൻ ഒറോദ എന്ന നോവൽ എഴുതിയത് ഇരിക്കൂറിൽ നിന്ന്. KC ജോസഫ് എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു സ്ഥിരം പ്രദേശമാണ് ഇരിക്കൂർ. ഇരിക്കൂറിനടുത്ത് ഞാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം മട്ടന്നൂർ എന്ന സ്ഥലത്ത്. അവിടെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരികയാണ്. ഒരു അപകടമൊക്കെ പറ്റി. ആ അപകടം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതിനേക്കാൾ എന്തോ വലിയൊരു അപകടം വരാനിരിക്കുകയാണ് എനിക്ക് ഇവിടെ ഇരിക്കൂറിൽ നിന്നെന്ന്. ആ അപകടം സദാനന്ദനാണോ? അല്ല സർ. അല്ലല്ലേ. ശരി. പിന്നെ പാട്ട് പാടോ? ഇല്ല. മിമിക്രി? ആഹാ, വരട്ടെ. അങ്ങനെ കയറി വരട്ടെ. മിമിക്രി വരട്ടെ. സ്പീഡ് പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കല്. എന്താണ് സ്പീഡായിട്ട് പറയാം? സ്പീഡ് പ്രോഗ്രാം. എങ്ങനെയാണ്? ടകാരം ഒക്കെ ആക്കിയിട്ട്. ടകാരം എങ്ങനെ കേൾക്കട്ടെ? കട്ടപ്പനക്കാരൻ കുട്ടപ്പൻ ചേട്ടൻ്റെ 8 പൊട്ടും തിരിയാതെ പൊട്ടത്തി പെണ്ണെ തട്ടിയും മുട്ടിയും തട്ടിപ്പറിച്ചുകൊണ്ടുകൂടി ഇട്ടൂപ്പിയുടെ പട്ടക്കടയിൽ കയറി പട്ടയും മുട്ടയും മട്ടയും പുട്ടുമടിച്ച് കടം പറഞ്ഞുകൂടിയിട്ട് പട്ടാളം ജാനിയുടെ കൊട്ടാരം വീടിൻ്റെ 8 കെട്ടിയിട്ട പൊട്ടാതെ കൊട്ടടക്ക കെട്ടിട്ട് പട്ടാപ്പകൽ പട്ടണത്തിൽ പട്ടി കുട്ടിയെ കെട്ടി തൊട്ടാപ്പൊട്ടുന്ന തട്ടാത്തിപ്പെട്ടിൻ്റെ തട്ടകത്തിൻ്റെ പട്ടകത്തിൽ വെച്ച 8 പാവം കട്ടോടിയ കിട്ടുണ്ടിയുടെ പൊട്ട ഓടെ കിട്ട. ഇത് ടകാരം സാർ. ഇത് കണ്ടുകൊണ്ട് നിന്ന തെണ്ടിയായ ശ്രീകണ്ഠന് തണ്ടനായ മണ്ടൻ വേലാണ്ടന് പണ്ട് 2 ചെണ്ടയുടെ മണ്ടകരണ്ട ചുണ്ടലിയെയും ഭാണ്ഡത്തിലാക്കി മണ്ടയിലേറ്റ് കണ്ടവന്റെ ചുണ്ട് തൊട്ടയി കണ്ടുകൊണ്ട് തണ്ട് നീണ്ട പൂച്ചുണ്ടും തണ്ട് വാങ്ങി കുണ്ടറയിലെത്തിയതും അരണ്ട വണ്ടിനെ കണ്ട് ചുണ്ടി പൂണ്ട വേലാണ്ടൻ ഉണ്ടില്ല മിണ്ടിയില്ല ചൂണ്ടിയില്ല എന്നതും അപ്പോൾ കപ്പയും നിന്ന് തൊപ്പിയും വെച്ച് കപ്പലും ചുണ്ടിയും വിറ്റ് പപ്പടം പൊള്ളിച്ച് അപ്പവും ചുട്ട് കപ്പലും ഉപ്പളത്ത് നിന്ന് പാപ്പനാങ്കോട്ടേക്ക് പോയ ഈ ശപ്പന്റെ അപ്പൻ ശുപ്പൻ പപ്പുവിന്റെ അപ്പൻ മപ്പൻ ഉപ്പായി മാപ്പിള കപ്പിത്താനെ ചെപ്പടി കാട്ടി കുപ്പിയിലാക്കിയിട്ട് അപ്പുറത്തെ പപ്പനാവനോട് ഇപ്പം വരാമെന്ന് അപ്പണേ തപ്പിച്ച് തുപ്പിച്ച് തകുതി ഒപ്പിച്ചതും കള്ളമെന്ന് കരുതുന്ന നിങ്ങളുടെ പൊള്ളയായ ഉള്ളിനെ മുള്ളുകൊണ്ട് തുള്ളി നോവിച്ച ഉള്ളൂരുള്ള ഉള്ളിക്കച്ചവടക്കാരനും കുള്ളനും പുള്ളൂരുമായ കള്ളനോട് വള്ളത്തിൽ കയറി കള്ളം പറഞ്ഞത് കള്ളി മുള്ളുകൊണ്ടതും ഉള്ളതാണോ എൻ്റെ സദാനന്ദ? സദാനന്ദൻ ഈ മറ്റേ ഏതോ കുടിയിലെ മുയലിനെ ഉടുക്കൂട്ടി പേടിപ്പിക്കാൻ വന്നതാണ് ഇരിക്കൂറില്ലെന്ന്. അല്ല, എനിക്ക് എന്താ വെച്ചാൽ സാധാരണ തൃശ്ശൂർ പൂരം മെയ് മാസത്തിലാണ് വരെ. എനിക്കിപ്പോ ജനുവരിയിൽ കണ്ടു. രേഖ, ഞാനിത് ചെയ്തത് എൻ്റെ 10ാമത്തെ വയസ്സിലും 11ാമത്തെ വയസ്സിലും. പിന്നെ ഇപ്പഴാ ചെയ്യണേ? പിന്നെ ഇപ്പഴാ അവസരമാക്കി കൊടുത്തു. അതെ അതെ. അപ്പൊ സദാനന്ദൻ തുടങ്ങാം. നമുക്ക് തുടങ്ങാം സാർ. സദാനന്ദൻ ഇവിടെ ഉണ്ട്. ആള് മിടുക്കനാണ്.
അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്കവനത്തിലേക്ക് തെങ്ങി ചങ്ങാടത്തിലേറി പൊങ്ങച്ചം പറഞ്ഞ് തേങ്ങയും മോങ്ങിയും പാങ്ങില്ലാത്തുന്ന ചങ്ങാതിമാരെ തവറങ്ങി തേങ്ങയും മാങ്ങയും വാങ്ങി ചെങ്ങമനാട്ട നങ്ങേലിയോട് അങ്ങനെ ഇങ്ങനെ സംഗതിയൊക്കെ ഭംഗിയാക്കി മങ്ങാട്ടേക്ക് മുങ്ങിയ സദാനന്ദന്റെ സമയമാണോ? യാഗം. മലയാളി. അതെ സർ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം അല്ല. കല? അതെ. പെർഫോമിംഗ് ആർട്ട്? ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ പെർഫോമിംഗ് ആർട്ടാണ്. Yes, it is performing art. നൃത്തം, നാടകം, മാജിക്? അല്ല സർ. ഉപകരണ സംഗീതം? അതെ അതെ. തുകൽവാദ്യമാണോ? പെർക്കഷനാണോ? സ്ട്രിങ് ഇൻസ്ട്രുമെന്റും വിൻഡ് ഇൻസ്ട്രുമെന്റും പെർക്കഷൻ ഇൻസ്ട്രുമെന്റും ഒക്കെ ഇല്ലേ? തുകൽവാദ്യമാണ്. ആണ്, പെർക്കഷനാണ്. ചെണ്ട? ചെണ്ടയാണോ? അതെ ചെണ്ട. ഓ, പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അദ്ദേഹം ഏഷ്യാഡിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ലൈഫ് ലൈൻ. ഇപ്പോൾ പെരുവനം കുട്ടന്മാരെ പോലെ ഏഷ്യാഡിൽ പെർഫോം ചെയ്ത ഒരാളാണോ? കോട്ടകൽ ശിവരാമനെ പോലെ പെരുവനം കുട്ടന്മാരെ പോലെയൊക്കെ ഏഷ്യാഡിലോ ഒളിമ്പിക്സിലോ പെർഫോം ചെയ്ത ഒരാളാണോ എന്നാണ് ചോദ്യം. അല്ല. അല്ല. ബന്ധുക്കളും പ്രശസ്തരായിരുന്നു? ഉണ്ട്. സഹോദരന്മാരും ഇതേ കലയിൽ പ്രശസ്തരാണ്? ഉണ്ട്. ഉണ്ട്. പല്ലാവൂർ വഴിയിലുള്ള ചിട്ടയിലുള്ള ഒരാളാണോ? അങ്ങനെ പറയാൻ പറ്റും. അപ്പുമാരാരും മണിയന്മാരാരും കുഞ്ഞുട്ടന്മാരാരും ഒന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അന്നമനട ചിട്ടിയിൽ വഴിയിലുള്ള ഒരാളാണോ? ലൈഫ് ലൈൻ. എന്താ ചോദ്യം? അന്നമനട വഴിയിലുള്ള കുടുംബത്തിലുള്ള ആളാണോ? കണ്ണൂർ ജില്ല? അതെ. അതെ. ഏ? അതെ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോയിരുന്നോ? കള്ളം പറയരുത്, ഉള്ളത് പറയണം. അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിരുന്നോ? ഏഷ്യാഡിനും ഒളിമ്പിക്സിനും ഒക്കെ മുകളിലാണ് ശിവരാമേട്ടൻ അല്ലേ? ശ്രീ മട്ടന്നൂർ ശിവരാമനെയാണ് താങ്കൾ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ആണോ? മട്ടന്നൂരിന്റെ പേര് തെറ്റിച്ചു പറഞ്ഞു അല്ലേ ഞാൻ? അദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത് LMNOP? അതെ. കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരൻ, ഏറ്റവും മഹാനായ കലാകാരൻ, ചെണ്ടയിൽ കോലുകൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് താങ്കൾ വിചാരിച്ചത്? അതെ. സദാനന്ദന്റെ ആദ്യത്തെ ഉടുക്ക് പ്രയോഗം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. അതുകൊണ്ടാണ് ഈ ചെണ്ട വന്നപ്പോൾ ഞാൻ കുഞ്ഞൂട്ടന്മാരാരും മണിയന്മാരാരും അച്ചുമാരാരും മുതലുള്ള പല്ലാവൂർ വഴിയും അന്നമനട വഴിയും എല്ലാം വളരെ വിദൂരസ്ഥമായ സ്ഥലങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം നാട്ടിൽ തന്നെ ഒരാളിനെ വിചാരിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരളത്തിലെ പ്രശസ്തനായ വാദ്യകലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. തായമ്പകയിലൂടെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തിയെങ്കിലും ഇതിനു പുറമെ മറ്റു ചെണ്ടമേളങ്ങളിലും പഞ്ചവാദ്യത്തിലും അതീവ നിപുണനാണ്. വാദ്യകലയിലെ മികവിന്റെ അംഗീകാരമായി 2009 ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, കേന്ദ്ര സംഗീത നാടക അക്കാദമി എന്നിവയുടെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചെണ്ടവാദ്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായ പഞ്ചവാദ്യത്തെ അടന്ത താളത്തിന് പകരം പഞ്ചാരിയിൽ ചിട്ടപ്പെടുത്തി ഇദ്ദേഹം അവതരിപ്പിച്ച പഞ്ചാരി പഞ്ചവാദ്യം പ്രശസ്തമാണ്. കണ്ണൂരിലെ മട്ടന്നൂരിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം തന്നെ കലാപാരമ്പര്യത്തിലൂന്നിയതായിരുന്നു. അശോഭഹാരം. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾ കഴിയട്ടെ ശ്രീ സദാനന്ദൻ. ഇത് മിർ റിയൽറ്റേഴ്സ് താങ്കൾക്ക് നൽകുന്ന പ്രോത്സാഹനം.
സദാനന്ദന്റെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും, തീർച്ച വരും, വരാതിരിക്കില്ല, അതുറപ്പ് തന്നെയാണ്. വരും, വരാതിരിക്കില്ല, ഗൗളിവാൽ, പഞ്ചാബ്, ഇവ എഴുതിയത് ആരാണ് എന്നാണ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഇപ്പോഴത്തെ. വരും, വരാതിരിക്കില്ല, ഗൗളിവാൽ, പഞ്ചാബ്.